ഹായ് ഓൾ 2/8/2025 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒന്നാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. 6 ജില്ലകൾക്ക് വേണ്ടി നടന്ന പരീക്ഷയായിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകൾക്ക് വേണ്ടി നടന്ന പരീക്ഷയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി ആണ്. വീഡിയോയിലോട്ട് പോകാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നത് 1925 ആവില്ല. 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബിയോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നവശേവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ബക്രാനങ്കൽ ഡാം, സർദാർ സരോവർ. 3-1. ഓപ്ഷൻ ഡി. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി? ജീവനം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. 3 മാത്രം ശരി. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? 97°25 കിഴക്ക്. വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്ത് 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു. ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. നഷ്ടപരമായ നശീകരണം എന്നല്ല, സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ജെ.എ. ഷുംപീറ്റർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉത്പാദിപ്പിക്കണം? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെ? 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ ബി. പ്രസ്താവന 1ഉം 4ഉം ശരിയാണ്. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ സി. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഒരു പ്രസ്താവനയും ശരിയല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. MGNREGA പൂർണ്ണരൂപം ഏത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഓപ്ഷൻ സി. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യത്തിലെ സുരക്ഷാ നയമല്ല സുരക്ഷായനം ഏതിൻ്റെ മുദ്രാവാക്യമാണ്? KSDMA.
ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ധു. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഓപ്ഷൻ സി. സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ള വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഇ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ആരുടേതാണ്? APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റ് സെൻസസ്. സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ. കൺകറന്റ് ലിസ്റ്റ് വനം. അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ. ഓപ്ഷൻ എ. 1C 2D 3A 4B. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്ത്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. 1ഉം 4ഉം. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം. ഓപ്ഷൻ എ 5.6-ൽ താഴെ. CRISPR Cas9 സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? മുകളിൽ പറഞ്ഞതെല്ലാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം 0 m/s². ഓപ്ഷൻ ബി. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണം. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകാൻ പുറത്തുവരുന്ന വാതകം ഏത്? അസെറ്റ്ലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ആൽഫ-ഫോർഡ്. 132 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിനോ.